ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തി 8-ാം അധ്യായം. ഉൽപ്പത്തി 8 നോഹയുടെയും കുടുംബത്തിൻ്റെയും പുനഃസ്ഥാപനത്തിൻ്റെ കഥ പറയുന്ന അധ്യായമാണ്. മഹാപ്രളയത്തിലൂടെ ശിക്ഷാവിധി നടത്തിയതിന് ശേഷം ദൈവത്തിൻ്റെ പരിഗണന അവരിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവരുടെ ക്ഷേമമാണ്. ഒപ്പം അവരോടുകൂടെ പെട്ടകത്തിലുണ്ടായിരുന്ന സകല ജീവികളുടെയും സകല മൃഗങ്ങളുടെയും. കർത്താവായ യേശുക്രിസ്തു അവനിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ഇച്ഛിക്കുന്നു. ഉൽപ്പത്തി 8-ാം അധ്യായത്തിൽ ദൈവം ക്രിസ്തുവിലൂടെ വാഗ്ദാനം ചെയ്യുന്ന യഥാസ്ഥാനപ്പെടുത്തലിൻ്റെ 7 പാഠങ്ങൾ വെളിവാക്കുന്നു. 1. ദൈവം തൻ്റെ ഉടമ്പടിയെ ഓർക്കുന്നവനാണ്. 1-ാം വാക്യം പറയുന്നു, ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ഇത് അവൻ്റെ വിശ്വസ്തതയെ അടയാളപ്പെടുത്തുന്നു. 2. ഒരു കാറ്റടിപ്പിച്ച് ദൈവം നോഹയുടെ ലോകത്തെ പൂർവ്വസ്ഥിതിയിലാക്കുന്നു. ഈ കാറ്റ് പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഏത് സാഹചര്യത്തിൽ നിന്നും നിന്നെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും. 3. മൂന്നാമത്തേത് മലങ്കാക്കയുടെയും പ്രാവിൻ്റെയും ജീവന് വേണ്ടിയുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ടതാണ്. മലങ്കാക്ക അശുദ്ധ ജന്തുവും ജഡത്തിൻ്റെ പ്രതീകവുമാകയാൽ നോഹയ്ക്ക് പുതുജീവന്റെ പ്രതീക്ഷകൾ പകർന്നു കൊടുക്കാൻ കഴിയില്ല. അതേസമയം പ്രാവ് ആത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. പുതുജീവന്റെ പ്രതീക്ഷയായ ഒലിവ് നാമുമായി അത് തിരികെ എത്തുന്നു. ജഡത്തിലൂടെയല്ല, ആത്മാവിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ പുനരുത്ഥാനം സാധ്യമാവുകയുള്ളൂ എന്നതാണ് ഇതിൻ്റെ അർത്ഥം. 4. നാലാമതായി, കലുഷിതവും കുഴപ്പം പിടിച്ചതുമായ സാഹചര്യങ്ങളിൽ നിന്നും ദൈവം നമ്മെ മോചിപ്പിക്കുന്നതിൻ്റെ ഒരു നിഴലാണ് നോഹയുടെ പെട്ടകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. 1 വർഷവും 11 ദിവസവും പിന്നിട്ടതിന് ശേഷമാണ് ദൈവം നോഹയുടെ ലോകത്തെ യഥാസ്ഥാനപ്പെടുത്തുന്നത്. 11 എന്ന സംഖ്യ കലാപത്തെയും കുഴപ്പത്തെയും കുറിക്കുന്നതാണ്. ബൈബിളിൽ പൂർണ്ണതയുടെ സംഖ്യ 12ആണ്. യൂദാ യേശുവിനെ തള്ളിപ്പറഞ്ഞതോടെ ശിഷ്യന്മാരുടെ എണ്ണം 11 കുറയുന്നതും അവർ യേശുവിനെ ഉപേക്ഷിച്ച് ഓടിയൊളിക്കുന്നതും, അതുപോലെ തന്നെ ഹോരേബിൽ നിന്ന് സേയീർ പർവ്വതം വഴിയായി കാദേശ് ബർന്നയിലേക്ക് 11 ദിവസം മാത്രം ഉണ്ടായിരുന്നത് അനുസരണക്കേടും അവിശ്വാസവും കാരണം 38 വർഷം കൂടി ഉഴലേണ്ടി വന്നതും 11 എന്ന സംഖ്യയുടെ കലുഷിതത്വത്തെ കാണിക്കുന്നതാണ്. 6. ദൈവത്തോടുള്ള നന്ദി സൂചകമായി നോഹ ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. വാക്യം 20. എല്ലാ യാഗത്തിൻ്റെയും പൂർത്തീകരണം കർത്താവായ യേശുക്രിസ്തു സാധ്യമാക്കി. അതുകൊണ്ട് നമ്മുടെ ജീവനെ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളതുമായ യാഗമായി അർപ്പിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ ആവശ്യപ്പെടുന്നു. റോമർ 12:1. 7. പുതിയ ഉടമ്പടി. വെള്ളപ്പൊക്കത്താൽ മനുഷ്യനെ ഇനി ഒരിക്കലും നശിപ്പിക്കുകയില്ല എന്ന ദൈവ ഉടമ്പടി യേശുവിലൂടെ നമുക്ക് ലഭ്യമായ പുതിയ നിയമത്തിൻ്റെ പഴയ നിയമ പ്രതീകമാണ്. യേശുവിലൂടെ നമുക്ക് ലഭ്യമായ പുതിയ ഉടമ്പടിയിലൂടെയുള്ള നിത്യരക്ഷയുടെ നിഴലാണ് ഉൽപ്പത്തി 8:21-22 വാക്യങ്ങൾ. 9-ാം അധ്യായത്തിൻ്റെ 11-15 വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കുക. നോഹയ്ക്ക് നൽകിയ ഉടമ്പടി പ്രകാരം ലോകത്തിന് ലോകാവസാനത്തോളം തൽസ്ഥിതി തുടരുമെന്നുള്ളതിൻ്റെ പ്രഖ്യാപനങ്ങൾ യിരെമ്യാവ് 35-ാം അധ്യായത്തിലും സങ്കീർത്തനങ്ങൾ 24-ാം അധ്യായത്തിലും കാണാം. യെശയ്യാവ് 54:9 ഇങ്ങനെ വായിക്കുന്നു, ഇത് എനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിങ്ങളോട് കോപിക്കുകയോ നിന്നെ ഭർഷിക്കുകയോ ഇല്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. യിരെമ്യാവ് 31:31 പറയുന്ന ഉടമ്പടിയും യെശയ്യാവ് 12:1
യോഹന്നാന്റെ സുവിശേഷം 3:16 കാണുന്ന പ്രത്യാശയും ഈ ഉടമ്പടിയുടെ ഭാഗമാണ്. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. ലൂക്കോസ് 22:20. ഉൽപ്പത്തി 8 അധ്യായത്തിൽ കാണുന്ന ഈ പുതിയ നിയമത്തെ പറ്റി തന്നെയാണ് മർക്കോസ് 14:24 2 കൊരിന്ത്യർ 3:6 നാം കാണുന്നത്. വിശ്വസിക്കുന്ന ഏവനും കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ പ്രത്യാശയുടെ പ്രചാരകന്മാരാകുവാനാണ് ശിഷ്യന്മാരെന്ന നിലയിൽ നമ്മുടെ കടമ. മത്തായി 28:16 മുതൽ 20 വരെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.